ഹായ് ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം നിർമ്മല ആ സത്യം തിരിച്ചറിഞ്ഞു. തന്നെ ചതിച്ചത് പിങ്കി ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നിർമ്മല് ഒട്ടും ഭയക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ പിങ്കിയോട് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് പോയി. പക്ഷെ ഏറ്റവും കൂടുതൽ നിർമ്മലിനെ വേദനിപ്പിച്ചത്, തനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത്. ആ ജോലി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തനിക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു. അതായിരുന്നു നിർമ്മലിന്റെ മനസ്സിൽ. പക്ഷെ ജോലി പോയെങ്കിലും മറ്റൊരു ജോലി കണ്ടെത്താമായിരുന്നു. എന്നാൽ പിങ്കി തന്നെ ചതിച്ചതാണ് നിർമ്മലിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ ഇന്ദീവരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇന്ദീവരത്തിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പിങ്കിയോട് ഇതിനെപ്പറ്റി നിർമ്മല ചോദിച്ചു, നീ മനഃപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഒരിക്കലും എന്നോട് കളിക്കണം എന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് കളിക്കണം, അല്ലാതെ പിന്നിൽ കൂടി കുത്തിയിട്ടല്ല ജയിക്കുക എന്ന് നിർമ്മല ഒരുപാട് പിങ്കിയോട് സംസാരിച്ചു. എന്നാൽ അവസാനം പിങ്കിക്ക് മനസ്സിലായി, ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുന്നത് ശരിയല്ല. ഇനിയിപ്പോ എന്തായാലും മറ്റൊരു രീതിയിൽ നിർമ്മലിന്റെ മനസ്സ് കീഴടക്കാം എന്ന് പറഞ്ഞ് പിങ്കി സംസാരിക്കുകയാണ്. ശരിയാണ്, ഞാൻ തന്നെയാണ് ഈ ഒരു കാര്യം ഒറ്റുകൊടുത്തതെന്നും, എന്നാൽ അത് ഒറ്റുകൊടുത്തത് വേറൊന്നിനുമല്ല, ഗൗതം എന്നോട് സംസാരിച്ചപ്പോ ഇത് ഭയങ്കര ഒരു പ്രശ്നപ്പെട്ട കാര്യമാണ്. ഈ കള്ളപ്പണ കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര പാടാണെന്നും, അതുകൊണ്ട് നിർമ്മലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഈ ഒരു കേസിൽ നിർമ്മൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊക്കെ ഗൗതം എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ എനിക്ക് തോന്നി ഈ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, നിർമ്മലിനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കണം. അങ്ങനെ നിർമ്മലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പിങ്കി പറഞ്ഞ് നിർമ്മലിന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ നീ എന്തൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമല്ല. പക്ഷെ ഇനി ഒരുപാട് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു. അത്രത്തോളം വിശ്വസിച്ച് പറഞ്ഞിട്ട് എന്നെ മുന്നിൽ നിന്ന് കുത്താതെ പിന്നിൽ നിന്ന് കുത്തി എന്നെ തോൽപ്പിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമായി എന്നൊക്കെ നിർമ്മല് പറയുകയും, എന്തായാലും ഞാൻ ഇവിടെ ജോലി തേടിയാണ് വന്നത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് സന്തോഷിച്ചത്. പക്ഷെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ തിരിച്ച് എന്റെ നാട്ടിലോട്ട് പോകുവാണ്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നിർമ്മല് പോയി. എന്നാൽ നിർമ്മലിനെ ഇത്രയും ഈ ഒരു കാര്യത്തിൽ ചതിച്ചതിൽ പിങ്കിക്കും ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും നിർമ്മലിന് അത്രത്തോളം വേദനയായി. പിങ്കി ഇത്രത്തോളം ചതിക്കുമെന്ന് നിർമ്മൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഗൗതം തനിക്ക് കിട്ടിയ നേട്ടത്തിന്റെ പിന്നാലെ ഭയങ്കര സന്തോഷത്തിലാണ്. താൻ എന്തോ വലിയതായിട്ട് എന്തോ നേടി, താൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച കേസാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഗൗതം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് തന്റെ അമ്മ കോരിക്കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ്. എന്നിട്ട് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം ഉറക്കം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴും എത്രയൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിയുടെ മനസ്സിൽ മുഖത്തൊരു സന്തോഷം വരുന്നില്ല. അതിനെപ്പറ്റി ഗൗതം തിരക്കുമ്പോഴാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിർമ്മലിന്റെ ജോലി കളയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോ ഗൗതം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, ഞാൻ എന്റെ ജോലിയാണ് ചെയ്തത്, ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഗൗതം പറയുമ്പോഴും അർജുൻ നിർമ്മല ഒരു ജോലി തേടിയാണ് ഇങ്ങോട്ട് വന്നത്. നിർമ്മല ജോലി തേടി വന്നതിന് ശേഷം അവൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളാണ്. സുമംഗല അത്രത്തോളം സന്തോഷമായിരുന്നു. അർജുൻ മരിച്ചിട്ട് പോലും സുമംഗലയ്ക്ക് ഇത്രത്തോളം സന്തോഷം ഇല്ലായിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വേദന കിട്ടിയത് സുമംഗലയുടെ ജീവിതത്തിലായിരുന്നു. എന്നിട്ട് അവൾ അത്രത്തോളം വേദനിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു നിർമ്മലിന്റെ കടന്നു വരവ്. നിർമ്മല വന്നപ്പോ സുമംഗല ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു തന്റെ മകന്റെ കൂടെ ജീവിക്കുന്നത് പോലെ നിർമ്മലിന്റെ കൂടെ ജീവിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നീ കാരണമാണ് ഇപ്പൊ നിർമ്മലിന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവൻ അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ തിരിച്ച് ഒറ്റപ്പാലത്തോട്ട് തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ്. ഇതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ നിർമ്മലിന് ഒരുപാട് ദേഷ്യം വന്ന് കൈ കഴുകാനായിട്ട് പോയി. കൈ കഴുകിയിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ മഹേശ്വരൻ വന്നു. എന്നിട്ട് മഹേശ്വരനും അർജുൻ മരിച്ചപ്പോ ഈ കുടുംബം എങ്ങനെയായിരുന്നു എന്നും നിർമ്മല വന്നതിന് ശേഷം എത്രത്തോളം സന്തോഷിച്ചു എന്നൊക്കെ ഗൗതമിനെ പറഞ്ഞ് മനസ്സിലാക്കി. സുമംഗല ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണ്. അവൾ എന്നെ വിളിച്ച് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യ്, നിർമ്മലിനെ ഇവിടെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്ക്. നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിർമ്മൽ ഇവിടെ നിന്നു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പകുതിയും സോൾവ് ആകും എന്നൊക്കെ ഗൗതമിനോട് മഹേശ്വരൻ സംസാരിക്കുവാണ്. അത് ഗൗതമിനും ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം
അങ്ങനെ നേരെ റൂമിലോട്ട് പോകുമ്പോ നിർമ്മല ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി അല്ല, ഭയങ്കര സങ്കടത്തിലായിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ ചതിച്ച പിങ്കി ഓർത്തായിരുന്നു നിർമ്മലിന്റെ സങ്കടം. ആ സമയത്ത് ഗൗതം വന്ന് സംസാരിച്ചു. എന്നാൽ ഗൗതമിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നിർമ്മല തയ്യാറായിരുന്നില്ല. താൻ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാണ്. ഈ കുടുംബത്തിൽ വന്നപ്പോ ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ഒരുപാട് ഞാൻ വേദനിച്ചു. എന്നെ എല്ലാവരും കളിയാക്കിയത് തന്തയില്ലാത്ത മകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ആ സമയത്ത് പോലും എന്റെ കൂടെ നിന്ന കൂട്ടുകാർ പോലും എന്നെ കളിയാക്കി. അങ്ങനെ ഒരുപാട് വേദനിച്ച നിമിഷങ്ങളായിരുന്നു. എന്റെ നാട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് സന്തോഷിച്ചത് ഇവിടെ വന്നിട്ടാണ്, ഇന്ത്യവരത്തിൽ വന്നിട്ടാണ്. നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടാണ് എനിക്ക് കുറച്ച് സന്തോഷം കിട്ടിയത്. ആ സന്തോഷമായിരുന്നു നിങ്ങളെ തല്ലിക്കെടുത്തിയത്. ഞാൻ ഈ ഒരു ജോലി നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും ഞാൻ ഇവിടെ പിടിച്ചു നിന്നേനെ. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒരു ജോലി ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലും ഞാൻ ഇവിടെ നിന്നേനെ. പക്ഷെ നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ആയുധമാക്കി. പിങ്കി ആയുധമാക്കിയതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഇനി എനിക്ക് ഇവിടെ നിൽക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാവരും അർജുന്റെ മുഖം അല്ലെങ്കിൽ അർജുന് സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എന്നെ സ്നേഹിച്ചു. എന്നാൽ എന്നെ കണ്ട നാൾ മുതൽ നിങ്ങൾ ഒരു തരി പോലും എന്നോട് സ്നേഹം കാണിക്കാതെ അത്രത്തോളം എന്നെ വേദനിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, എന്നെ കണ്ട നാൾ മുതൽ ഓരോ അവസരങ്ങൾ വരുമ്പോഴും എന്നെ നോവിക്കാൻ വേണ്ടിയിട്ടും എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അർജുന്റെ സാദൃശ്യമുള്ള എന്നോട് ഒരു സ്നേഹവും കാണിക്കാത്ത നിങ്ങള് അർജുന്റെ മരണത്തിലും നിങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള രീതിയിൽ നിർമ്മല സംസാരിച്ചു. എന്നാൽ ഗൗതമിന് അത് ഭയങ്കര ദേഷ്യമായിപ്പോയി, ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. നിർമ്മലിന്റെ ഷർട്ടിൽ കയറി പിടിച്ചതിന് ശേഷം ഒരുപാട് ദേഷ്യപ്പെടുകയും, നിന്നെ ഞാൻ കണ്ട നിമിഷം ഞാൻ ഒരുപാട് ഷോക്കിംഗ് ആയിപ്പോയി. നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിന്നെ കണ്ട ആ നിമിഷം ഞാൻ ഒരുപാട് വേദനിച്ച് സങ്കടത്തോടെ നിന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അത്രത്തോളം എനിക്ക് അർജുൻ ആരായിരുന്നു എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് അത്രത്തോളം അർജുൻ എന്റെ ജീവനായിരുന്നു. ആ അർജുനെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു എനിക്ക്. നീ എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാരണമാണ് ഞാൻ നിന്നെ വെറുത്തത്. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കള്ളപ്പണ കേസിൽ നീ അകത്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കാരണവശാലും നിനക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. നീ ജീവിക്കേണ്ട, സന്തോഷത്തോടെ ജീവിക്കേണ്ട നിമിഷത്തിലെല്ലാം നീ അങ്ങ് അകത്ത് കിടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ രക്ഷിച്ചതെന്നും ഓരോ നിമിഷവും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. എനിക്ക് വേണമെങ്കിൽ നിന്നെ താമസിപ്പിക്കാതിരിക്കാമായിരുന്നു. എന്നിട്ടും അർജുന്റെ മുഖസാദൃശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് സമ്മതിച്ചത്. എന്റെ അമ്മയും ഭാര്യയൊക്കെ അളവിൽ കൂടുതൽ നിന്നെ സ്നേഹിക്കാനായിട്ട് എനിക്ക് തടയാമായിരുന്നു. പക്ഷെ ഞാൻ അത് തടയാതിരുന്നതും നീ അർജുന്റെ സാദൃശ്യം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇപ്പൊ വന്നതുപോലും നിനക്കൊരു ജോലി വാങ്ങിച്ച് തന്ന് നീ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഇനി എനിക്കിത് പറ്റത്തില്ല, നീ എവിടെ എന്ന് വെച്ചോ പൊക്കോ എന്ന് ദേഷ്യത്തോടെ ഗൗതം പറഞ്ഞു. എന്നാൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്ന് നിർമ്മലും വാശിയോടെ സംസാരിച്ചു. അങ്ങനെ ഗൗതമും നിർമ്മലും വീണ്ടും വഴക്കായി. ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ നിർമ്മലിന് ഒരുപാട് സങ്കടം തോന്നിയത് പിങ്കി ചതിച്ച ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നിൽക്കുമ്പോഴും നന്ദ ഒരുപാട് സന്തോഷിച്ചത് തന്റെ ഭർത്താവ് വലിയൊരു നേട്ടം കൈവരിച്ചതിന്റെ പേരിലാണ്. തന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ നല്ലൊരു പോലീസായിട്ട് നല്ലൊരു നേട്ടമാണ് കൈവരിച്ചത്. ആ ഒരു സന്തോഷത്തിൽ നന്ദ നിൽക്കുമ്പോഴും നന്ദയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം തേടിയായിരുന്നു ഗിരിജ വന്നത്. അങ്ങനെ ഗിരിജ നേരെ നന്ദയുടെ അടുത്ത് പോയതിനു ശേഷം ഈ ഒരു നന്ദയുടെ സന്തോഷത്തെ പറ്റി സംസാരിച്ചു. എന്നാൽ ഒന്നും പറയാൻ നന്ദ തയ്യാറായില്ല. തനിക്ക് യാതൊരു കാരണങ്ങളൊന്നുമില്ല, എനിക്ക് സന്തോഷിക്കാനായിട്ടുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എന്റെ മനസ്സിന് സന്തോഷം തോന്നി ഞാൻ സന്തോഷിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നന്ദയോട് ഗിരിജ പറയുവാണ്, ഗൗതമിന് ആ ഒരു സമ്മാനം കിട്ടിയ, ഗൗതമിന് ഒരു നേട്ടം കിട്ടിയതിനെ പറ്റിയാണ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ നേട്ടം കൈവരിക്കാനായിട്ട് ഗൗതമിനെ സഹായിച്ചത് പിങ്കിയാണ്. അതെങ്ങനെയാണെന്ന് നന്ദയോട് ഗിരിജ തന്നെ പറഞ്ഞു. നിർമ്മലിനോട് ഒരുപാട് അടുപ്പം കാണിച്ച് ആ ഒരു രഹസ്യം ചോർത്തിയെടുക്കാനായിട്ട് ഗൗതമിനെ സഹായിച്ചത് പിങ്കിയാണെന്നും ആ രഹസ്യം ചോർത്തിയെടുത്ത് ഗൗതമിനെ പിങ്കി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു രഹസ്യം ചോർത്തി കൊടുക്കാനായിട്ട് പിങ്കി ശ്രമിച്ചപ്പോ പിങ്കിക്ക് ഒരു പ്രതിഫലമായിട്ട് ഗൗതം കൊടുത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിങ്കി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രാമേശ്വരം യാത്ര. പിങ്കിയും കൊണ്ട് രാമേശ്വരത്തെ കറങ്ങാൻ പോകാം, അല്ലെങ്കിൽ പിങ്കി ആഗ്രഹിച്ചതുപോലെ രാമേശ്വരം യാത്ര പോകാം എന്ന് ഗൗതം പിങ്കിക്ക് വാക്കു കൊടുത്തത് കൊണ്ടാണ് പിങ്കി ഈ ഒരു രഹസ്യം
രഹസ്യം ഗൗതമിന് പറഞ്ഞു കൊടുത്തത് എന്ന് നന്ദയോട് ഗിരിജ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദ വേദനിച്ചു. തന്റെ ഭർത്താവ് ഇങ്ങനെയാണോ ഈ രഹസ്യം കണ്ടുപിടിച്ചത്, ഇതിന്റെ നേട്ടത്തിലാണോ എന്റെ ഭർത്താവ് സന്തോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദ ദേഷ്യത്തോടെ പോയത്. പക്ഷെ ഗിരിജ ഒരുപാട് സന്തോഷത്തിലാണ്. സന്തോഷത്തോടെ നിന്ന് നന്ദയുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് അവിടെ ഗിരിജയ്ക്ക്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? ഒരുപാട് ആഗ്രഹിച്ച് ആ ഒരു നാട്ടിലേക്ക് എത്തിയ നിർമ്മലിന് വീണ്ടും നിരാശയോടെയാണ് തിരിച്ചു പോകാനായിട്ട് പറ്റിയത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇന്ത്യവരത്തിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.